ഒമാൻ സോഹാർ തീരത്ത് എണ്ണക്കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. 2 പേരെ കാണാതായി. കപ്പലിലാകെയുള്ള 24 ഇന്ത്യക്കാരിൽ 21 പേരെ രക്ഷിച്ചെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസിന് പിന്നാലെ ഒമാൻ കടൽത്തീരങ്ങളിലും ഇതോടെ അശാന്തി പടരുകയാണെന്ന ആശങ്ക വ്യാപകമാവുകയാണ്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ബ്യൂറോയിൽ നിന്നും എൽവിസ് ചുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. എൽവിസ്, ഒരാളുടെ മരണം സ്ഥിരീകരിച്ചു. ആകെ 24 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാണാതായവർക്കായുള്ള തെരച്ചിൽ അത് ഏത് തരത്തിലാണ് തുടരുന്നത്? മെഗാ ഇറാൻ US ഏറ്റുമുട്ടൽ മൂലം ഏറെ സംഘർഷം നിലനിൽക്കുന്ന ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന മേഖലയാണ് ഒമാനിലെ സോഹാർ എന്നത്. സോഹാർ തീരത്ത് എണ്ണക്കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിലാണ് ഒരാൾ മരിച്ചതെന്ന് സംശയിക്കുന്നത്. 2 പേരെ കാണാതായി. അതേസമയം കപ്പലിൽ ആകെ 24 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 21 ഇന്ത്യക്കാരെ രക്ഷിച്ചെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. എന്നാൽ മരിച്ച ആളിന്റെയും കാണാതായ 2 പേരുടെയും വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ മലയാളികളുണ്ടോ എന്നും വ്യക്തമല്ല. എന്നാൽ സംഭവത്തിൽ 3 പേരെ കാണാനില്ല എന്ന് മാത്രമാണ് ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. കപ്പലിലെ എഞ്ചിന്റെ ഭാഗത്താണ് മിസൈൽ പതിച്ചതെന്ന് അറിയുന്നു. ഇതോടെ വലിയ ശബ്ദത്തോടെ സ്ഫോടനം നടന്നു. ഇതിൽ മിസൈൽ ആക്രമണമാണോ ഡ്രോൺ ആക്രമണമാണോ എന്ന് സംശയിക്കുന്നു. അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടലിനിടെ സംഭവിച്ചതാണോ അതോ മനഃപൂർവ്വമുള്ള ആക്രമണമാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. സെറ്റി ബെല്ലോ എന്ന എണ്ണ ടാങ്കർ നേരെയാണ് ആക്രമണം. സംഭവത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ഹോർമുസ് കടലിന് പിന്നാലെ ഒമാൻ കടൽ തീരങ്ങളിലും ശാന്തമല്ല എന്ന ചിത്രമാണ് ഇതിലൂടെ തെളിയുന്നത്. ഈ വഴിയുള്ള ചരക്ക് കപ്പൽ ഗതാഗതം കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. മേഘ, ശരി, വ്യക്തമാണ്. എൽവിസ് ചുമാറാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.